ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ വാട്ടർ ടാങ്കൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഫിറ്റിങ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പിന്നീടുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് 1500 ലിറ്ററിൻ്റെ 3 ലെയർ വരുന്ന വാട്ടർ ടാങ്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ പുതിയ മോഡലുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. വൈറ്റ് ടാങ്ക് വരുന്നുണ്ട്, 3 ലെയർഡ് വരുന്നുണ്ട്, അതായത് വെള്ളം ചൂടാവില്ല എന്ന് കമ്പനി അവകാശപ്പെടുന്ന രീതിയിലുള്ള ടാങ്കുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് തുളയ്ക്കുന്നതിന് കറക്റ്റായിട്ട് ഇതിന് മാർക്കിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസ് ആണുള്ളത്. 4 കറക്റ്റ് സ്ഥലത്ത് തന്നെ തുളയ്ക്കുകയും ചെയ്യുന്നെങ്കിൽ അത്രയും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അതായത് കറക്റ്റായിട്ട് അവർ നമ്മുടെ ടാങ്ക് കണക്ടർ കൊടുക്കുന്ന രീതി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാങ്കിലേക്ക് കയറുന്ന പൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലൂടെ 1 ഇഞ്ച് പൈപ്പ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ ഹോൾസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഇഞ്ച് പൈപ്പാണ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ യൂണിയനാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്ക് കണക്ടർ വിത്ത് യൂണിയനാണ് കൊടുത്തിരിക്കുന്നത്. അത് പേസ്റ്റിംഗ് ടൈപ്പ് യൂണിയനാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് 4 സ്ഥലങ്ങളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. 4 സ്ഥലങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇനി തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു സ്ക്വയർ കട്ടിങ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാ ടാങ്കുകളിലും ഒരു 90% ടാങ്കുകളിലും നമുക്ക് അതിനുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടാങ്ക് എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കൊടുക്കേണ്ട ടാങ്ക് കണക്ടറിൻ്റെ വലിപ്പം നമ്മൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം പല ടാങ്കുകളും പല രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കട്ടിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ടാങ്ക് കണക്ടർ നമ്മൾ ഈ കട്ടിങ്ങിന് പുറത്തേക്ക് വന്ന ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടാങ്ക് കണക്ടർ നമ്മൾ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് 2 ഇഞ്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ടാങ്ക് കണക്ടർ നമ്മൾ കൊടുക്കുന്ന ഹോൾ ഇടുന്ന സമയത്ത് ഈ കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം യൂണിയൻ നമ്മൾ ഇട്ടിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ ഉള്ളതാണ് നമുക്ക് ഊരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാവുന്ന രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. യൂണിയൻ നമുക്ക് അത് കൈ കൊണ്ട് അഴിക്കുന്ന രീതിയിൽ നമുക്കൊരു ഗ്യാപ്പ് വേണം. നിങ്ങൾ കാണിച്ചു തരാൻ അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കണ്ട ഈ ലെവലിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എപ്പോഴും. കാരണം എന്നാൽ മാത്രമേ നമുക്ക് യൂണിയൻ അഴിക്കാൻ പറ്റുള്ളൂ. യൂണിയൻ എന്തിനാ അഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഉണ്ട്. നമ്മുടെ വെള്ളത്തിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ആ ഫിൽറ്ററിൽ വന്നിട്ട്, അത് മെറ്റലിൻ്റെ ഒരു ഫിൽറ്ററാണ്, മെറ്റലിൻ്റെ ഫിൽറ്റർ വന്ന് കറക്റ്റായിട്ട് അടിയും. അപ്പോൾ അതുകൊണ്ട് അത്രയും വെള്ളം ശുദ്ധീകരിച്ചിട്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെയായിരിക്കും. അഴുക്ക് കാര്യങ്ങളൊന്നും അധികമൊന്നും വെള്ളത്തിലേക്ക് വരാത്ത രീതിയിൽ ആ ഫിൽറ്ററിൽ തട്ടി നിൽക്കുന്നു. ആ ഇലകളോ എന്തെങ്കിലുമൊക്കെ വന്ന് വീണാൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി തന്നെ, അതായത് ഉണ്ടെങ്കിൽ തന്നെ അഴുക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ പൂപ്പലായ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആ ഫിൽറ്ററിൽ വന്ന് തടഞ്ഞു നിർത്തുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫിൽറ്റർ നമുക്ക് ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ടാങ്ക് ക്ലീനിങ്ങിന് വേണമെങ്കിൽ നമുക്ക് ആ യൂണിയൻ സിമ്പിളായിട്ട് അഴിക്കുന്നതിനും വേണ്ടിയിട്ടാണ് യൂണിയൻ വിത്ത് നമ്മൾ ടാങ്ക് കണക്ടർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കമ്പനി പറയുന്നുണ്ട്. ടാങ്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ അടിയിൽ കല്ല്, കട്ട ഇത് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. കാരണം ടാങ്ക് വട്ടം പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം 1500 ലിറ്റർ എന്ന് പറയുമ്പോൾ അത്രയും കിലോ, ഏകദേശം 1500 കിലോ തന്നെ വെയിറ്റ് വരുന്ന വെള്ളം ഫുൾ താഴേക്ക് ഇരിക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ താഴെ എന്തെങ്കിലും ജസ്റ്റ് കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാങ്ക് വട്ടം പൊട്ടി പോകുന്നതായിരിക്കും. പിന്നെ ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിന് ടാങ്ക് കണക്ടർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടാങ്ക് കണക്ടർ വിത്ത് യൂണിയൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിയൻ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന വെള്ളം ഒരിക്കലും ടാങ്കിലേക്ക് പോയില്ലെങ്കിൽ, അതായത് ടാപ്പിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ടാങ്ക് കണക്ടർ വിട്ട് അത് ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ബാലൻസ് വരുന്ന വേസ്റ്റ് വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് തന്നെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പിലേക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് കണക്ടർ കൊടുക്കുകയാണെങ്കിൽ ആ യൂണിയൻ കൊടുക്കുകയാണെങ്കിൽ യൂണിയൻ അഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ പൈപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ടാങ്ക് സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നത്. ഓക്കെ.